ഒരാൾക്ക് 3 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഉബൈദ് ബിൻ ഉമൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു പ്രശ്നം വന്നാൽ ഈ 3 പേരും അവന് വേണ്ടി എന്തും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വലിയൊരു പ്രശ്നം വന്നു. ഒന്നാമത്തെ സുഹൃത്തിനെ വിളിച്ചു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നീ എന്റെ കൂടെ വരുമോ ചോദിച്ചു. അവൻ ആ ഭാഗത്തേക്ക് മെയിൻറ്റേ ചെയ്തില്ല, പോയില്ല. രണ്ടാമത്തെ സുഹൃത്തിനെ വിളിച്ചു. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നീ എന്റെ കൂടെ വരുമോ ചോദിച്ചു. ഞാൻ കൂടെ വരാം, പക്ഷെ ആ പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വരൂല പറഞ്ഞു. മൂന്നാമത്തെ സുഹൃത്തിനെ വിളിച്ചു. എടാ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നീ എന്റെ കൂടെ ഒന്ന് വരുമോ ചോദിച്ചു. എന്റെ കൂടെ ഞാൻ എവിടേക്ക് വേണമെങ്കിലും വരാം, ഇങ്ങനെ ഇതിന്റെ സ്ഥലത്തേക്കൊക്കെ പ്രവേശിക്കണ്ടാവും, അതൊന്നും വിഷയമല്ല, ഈ എവിടേക്കൊക്കെ പോകണ്ടോ അവിടേക്കൊക്കെ ഞാൻ വരാ പറഞ്ഞു. ആദ്യത്തെ സുഹൃത്ത് ഇദ്ദേഹം മരിച്ച സമയത്ത് ഇദ്ദേഹത്തിന്റെ സമ്പത്തായിരുന്നു. സമ്പത്ത് കൂടെ വന്നില്ല. രണ്ടാമത്തെ കൂട്ടുകാരെന്ന് പറയുന്നത് അവന്റെ കുടുംബവും സുഹൃത്തുക്കളായിരുന്നു. ഇവന്റെ ഖബറിന്റെ അരികിൽ വരെ വന്നു, പിന്നീട് മടങ്ങിപ്പോയി. മൂന്നാമത്തെ സുഹൃത്ത് എന്ന് പറയുന്നത് അവന്റെ കർമ്മങ്ങളായിരുന്നു. അവൻ ചെയ്ത നല്ല നല്ല സ്വതക്കകള്, നിസ്കാരം, സ്വലാത്ത്, ദിക്ർ, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അതായിരുന്നു മൂന്നാമത്തെ കൂട്ടുകാർ. അത് മാത്രമാണ് അവന്റെ ഖബറിലേക്ക് കൂട്ടായത്. എപ്പോഴും ദുനിയാവിന്റെ പിന്നാലെ ഓടുന്ന ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. ആഖിറത്തേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റിവെക്കേണ്ടതാണ്.